ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ. UAE ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഖ്വൈനിൽ ഗതാഗത നിയമലംഘനങ്ങൾക്ക് 50% ഇളവ് പ്രഖ്യാപിച്ചു. ഈ വർഷം ഡിസംബർ 1 വരെയുള്ള പിഴകൾക്കാണ് ഇളവ് ലഭിക്കുക. ഡിസംബർ 1 മുതൽ ജനുവരി 5 വരെ ഇളവ് പ്രയോജനപ്പെടുത്താമെന്ന് ഖ്വൈൻ ഗതാഗത കേന്ദ്രം അറിയിച്ചു. ഗുരുതരമല്ലാത്ത നിയമലംഘനങ്ങളെ തുടർന്ന് പിടിച്ചെടുത്ത വാഹനങ്ങൾ വിട്ടുകൊടുക്കുന്നതും ബ്ലാക്ക് പോയിന്റ് നീക്കുന്നതും ഇളവിൽ ഉൾപ്പെടും. മറ്റ് എമിറേറ്റുകളിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾക്കും ഇളവ് ബാധകമാണ്. അതേസമയം ഗൌരവ കുറ്റങ്ങൾക്ക് ചുമത്തിയ പിഴകളിൽ ഇളവ് അനുവദിക്കില്ല. UAE ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള അവധി ദിനങ്ങളിലെ ഗതാഗത നയത്തിൽ മാറ്റം. ഇത് സംബന്ധിച്ച അറിയിപ്പുമായി ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. മെട്രോ, ബസ് സമയങ്ങളിൽ മാറ്റമുണ്ടാകും. പാർക്കിങ്ങിന് പണം ഈടാക്കില്ല. ഡിസംബർ 2-നും 3-നും ദുബായിൽ ബഹുനില പാർക്കിംഗ് ഒഴികെയുള്ള എല്ലാ പൊതു പാർക്കിംഗും സൗജന്യമായിരിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇതോടെ ഞായർ മുതൽ 3 ദിവസം എമിറേറ്റിൽ പാർക്കിംഗിന് ഫീ നൽകേണ്ടി വരില്ല. ഈ തീയതികളിൽ RTA സേവനദാതാക്കളുടെ കേന്ദ്രങ്ങളും കസ്റ്റമർ ഹാപ്പിനെസ് സെന്ററുകളും പ്രവർത്തിക്കില്ല എന്നും RTA അറിയിച്ചു. ഡിസംബർ 4 ബുധനാഴ്ച ഇവയുടെ പ്രവർത്തനം പുനരാരംഭിക്കും. മെട്രോ സർവീസുകൾ 30 നവംബർ, ഡിസംബർ 2, 3 തീയതികളിൽ രാവിലെ 5 മണി മുതൽ സർവീസ് ആരംഭിക്കും. ഡിസംബർ 1-ന് രാവിലെ 8 മുതലായിരിക്കും സർവീസ് തുടങ്ങുക എന്നും അധികൃതർ അറിയിച്ചു. അതിനിടെ ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി അബുദാബി നഗരത്തിൽ ട്രക്കുകളും ഹെവി വാഹനങ്ങളും പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഡിസംബർ 2, 3 തീയതികളിലാണ് നിരോധനമെന്ന് സമഗ്ര ഗതാഗത കേന്ദ്രം അറിയിച്ചു. അബുദാബി, അലൈൻ, സായിദ് സിറ്റി എന്നീ പ്രധാന നഗരങ്ങളിലേക്ക് ഹെവി വാഹനങ്ങളും ട്രക്കുകളും പ്രവേശിക്കുന്നത് നിരോധിക്കുമെന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. നഗരങ്ങളിലെങ്ങും പരിപാടികളും ഷോകളും അരങ്ങേറുന്ന സാഹചര്യത്തിലാണ് പ്രവേശന വിലക്ക്. വാരാന്ത്യം കൂടി ചേർത്ത് 4 ദിവസത്തെ അവധിയാണ് ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഇത്തവണ UAE സർക്കാർ സ്വകാര്യ മേഖലാ ജീവനക്കാർക്ക് ലഭിക്കുക. ഈദ് അൽ ഇത്തിഹാദ് എന്ന് പേരിട്ടിരിക്കുന്ന ദേശീയ ദിനാഘോഷങ്ങളുടെ ഔദ്യോഗിക വേദി ഇത്തവണ അബുദാബിയിലെ അലൈനാണ്. 24 ദുബായ്. ബഹ്റൈൻ മീഡിയ സിറ്റി ശ്രാവണ മഹോത്സവം 2024 ഗ്രാൻഡ് ഫിനാലെയും 4ാമത് വാർഷികാഘോഷവും ലീഡ് അവാർഡ് സെറമണിയും ശ്രദ്ധേയമായി. BMC ഫിറ്റ്നസ് ആൻഡ് വെൽനസ് പ്രോഗ്രാമിന്റെയും പ്രിവിലേജ് കാർഡിന്റെയും ലോഗോ പ്രകാശനം ചെയ്തു. BMC ശ്രാവണ മഹോത്സവം 2024 ഗ്രാൻഡ് ഫിനാലെയും BMCയുടെ 4ാമത് വാർഷികാഘോഷങ്ങളും BMC ലീഡ് അവാർഡ് സെറമണിയും വിപുലമായി ആഘോഷിച്ചു. പരിപാടിയിൽ മുഖ്യ അതിഥിയായി ബഹ്റൈൻ അർബൻ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി CEO ഹിസ് എക്സലൻസി അഹമ്മദ് അബ്ദുൽ അസീസ് അൽ ഖയാത്ത്, നോർത്തേൺ അറേബ്യ അപ്പോസ്തലിക് വികാർ ഹിസ് എക്സലൻസി ആൽദോ ബറാഡി എന്നിവരും ബഹ്റൈനിലെ അനാഥരുടെ പിതാവ് എന്നറിയപ്പെടുന്ന ട്രീ ഓഫ് ലൈഫ് ചാരിറ്റി സൊസൈറ്റി ചെയർമാൻ ഖലീൽ അൽ ദൈലാമി, ദിസ് ഈസ് ബഹ്റൈൻ ചെയർപേഴ്സൺ ബെറ്റ്സി മാത്തീസൺ, ഡിസൈൻ ട്രാക്സ് MD സുബിൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ പരിപാടിയിൽ വിശിഷ്ട അതിഥികളായും പങ്കെടുത്തു. അതിഥികൾ ഏവരും ചേർന്ന് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ശ്രാവണ മഹോത്സവം 2024 കമ്മിറ്റി ചെയർമാൻ EV രാജീവൻ സ്വാഗതം ആശംസിക്കുകയും ബഹ്റൈൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. പ്രവാസികളെ മാനസികവും ശാരീരികവും സാമ്പത്തികവുമായി സഹായിക്കുന്നതിനായി ബഹ്റൈൻ മീഡിയ സിറ്റിയുടെ സാമൂഹിക ക്ഷേമ പദ്ധതിയായ ഫിറ്റ്നസ് ആൻഡ് വെൽനസ് പ്രോഗ്രാമിന്റെയും BMC പ്രിവിലേജ് കാർഡിന്റെയും ലോഗോ പ്രകാശന കർമ്മവും നടന്നു. ഈ പദ്ധതി അനുസരിച്ച് ദിവസേന യോഗ, സുംബ ക്ലാസുകൾ, മൾട്ടി ബിസിനസ് ഡിസ്കൗണ്ട് കാർഡ്, 11,000 ദിനാർ വിലമതിക്കുന്ന സൗജന്യ ലൈഫ് കവറേജ് എന്നിവ ലഭ്യമാകും. 18-നും 64-നും ഇടയിൽ പ്രായമുള്ള GCCയിലുള്ള ഏതൊരാൾക്കും ലൈഫ് കവറേജ് സ്കീമിൽ നിന്ന് പ്രയോജനം ലഭിക്കുന്നതായിരിക്കുമെന്നും ഫ്രാൻസിസ് കൈതാരത്ത് അറിയിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ BMC ലീഡ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് ഖലീൽ അൽ ദൈലാമി, BMC ലീഡ് എൻഡ്യൂറൻസ് അവാർഡ് ബെറ്റ്സി മാത്തീസൺ, BMC ലീഡ് യങ് ഓന്റർപ്രണർ അവാർഡ് സുബിൻ ഉണ്ണികൃഷ്ണൻ, കൃഷ്ണപ്രിയ സുബിൻ എന്നിവർക്കും BMC ലീഡ് സോഷ്യൽ സർവീസ് എക്സലൻസ് അവാർഡ് EV രാജീവനും സമ്മാനിച്ചു. ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖർ പ്രത്യേക അതിഥികളായി പങ്കെടുത്ത ചടങ്ങിൽ BMC എക്സിക്യൂട്ടീവ് മാനേജർ ജെമി ജോൺ നന്ദി രേഖപ്പെടുത്തി. അറബിക് ഡാൻസ്, കൈകൊട്ടിക്കളി, പ്രശാന്ത് സോളമൻ അവതരിപ്പിച്ച പ്രത്യേക സോളോ പെർഫോമൻസ് എന്നീ പരിപാടികൾ ഗ്രാൻഡ് ഫിനാലേക്ക് മാറ്റുകൂട്ടി. ഫ്രാൻസിസ് കൈതാരത്ത്, EV രാജീവൻ, രാജേഷ് പെരുങ്കുഴി, ശ്രാവണ മഹോത്സവം 2024 കൺവീനർമാർ, മറ്റു സംഘാടക സമിതി അംഗങ്ങൾ, BMC കുടുംബാംഗങ്ങൾ എന്നിവർ ചേർന്ന് ആർപ്പോ വിളികളോടെ കൊടിയിറക്കിയതോടെ ഓഗസ്റ്റ് 29-ന് കൊടിയേറ്റത്തോടെ ആരംഭം കുറിച്ച ബഹ്റൈൻ മീഡിയ സിറ്റിയുടെ ഈ വർഷത്തെ 30 ദിവസം നീണ്ടുനിന്ന ഓണാഘോഷങ്ങൾക്ക് സമാപനമായി. 24 ബഹ്റൈൻ. ജിദ്ദയിൽ കണ്ണമംഗലം പ്രവാസി കൂട്ടായ്മ അബീർ മെഡിക്കൽ സെന്ററുമായി ചേർന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഷറഫിയ അബീറിൽ നടന്ന ക്യാമ്പിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ഡോക്ടർ നിയാസ് സിറാജുദ്ദീൻ, ഡോക്ടർ അഖ്തിസാം സഫർ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. അബീർ പ്രതിനിധികളായ ആലിംഗൽ ജലീൽ, സലാം, കുഞ്ഞാലി തുടങ്ങിയവരും കൂട്ടായ്മ ഭാരവാഹികളായ വീരൻകുട്ടി കൊയ്സൻ, അഷ്റഫ് ചുക്കൻ, ആലിംഗൽ ചെറിയ മുഹമ്മദ്, സമദ് ചോലക്കൽ, മജീദ് ചെറൂർ, ഇല്യാസ് കണ്ണമംഗലം തുടങ്ങിയവർ നേതൃത്വം നൽകി. സൗദിയിലെ അസീർ ക്രിക്കറ്റ് കൂട്ടായ്മ സംഘടിപ്പിച്ച 1ാമത് അസീർ സൂപ്പർ പ്രീമിയർ ലീഗിൽ
സ്റ്റാർസ് ഓഫ് അബ്ഹ ജേതാക്കളായി. ഫൈനലിൽ ക്വിക്സ് 11 25 റൺസുകൾക്ക് പരാജയപ്പെടുത്തി സ്റ്റാർസ് ഓഫ് അബ കപ്പിൽ മുത്തമിട്ടു. ഫൈനലിലെ മികച്ച താരമായി റിയാസിനെ തിരഞ്ഞെടുത്തു. സഞ്ജയാണ് ടൂർണമെന്റിലെ മികച്ച ബാറ്റ്സ്മാനും കൂടുതൽ മൂല്യമുള്ള താരവും. വിജയികൾക്ക് ക്യാഷ് പ്രൈസും ട്രോഫിയും ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് ജീവകാരുണ്യ വിഭാഗം പ്രതിനിധി അഷ്റഫ് കുറ്റിച്ചൽ സമ്മാനിച്ചു. ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരത്തിനുള്ള സാധ്യത പട്ടിക പുറത്ത്. മികച്ച പുരുഷ താരത്തിനുള്ള ലിസ്റ്റിൽ ലിയോണൽ മെസ്സിയും റോഡ്രിയും വിനീഷ്യസ് ജൂനിയറും ഇടം പിടിച്ചിട്ടുണ്ട്. മികച്ച മുന്നേറ്റ നിരക്കാരനുള്ള പുരസ്കാര പട്ടികയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും ഉണ്ട്. ലോക ഫുട്ബോളിലെ ദ ബെസ്റ്റ് ആരാകും? 2024 മികച്ച പുരുഷ വനിതാ താരങ്ങളുടെ പുരസ്കാര സാധ്യതാ പട്ടിക പുറത്തുവിട്ട ഫിഫ നിലവിലെ ജേതാവും ഏറ്റവും കൂടുതൽ തവണ പുരസ്കാരം നേടിയിട്ടുമുള്ള ലിയോണൽ മെസ്സി, നിലവിലെ ബലന്തോർ വിന്നർ റോഡ്രി, വിനീഷ്യസ് ജൂനിയർ, എർലിംഗ് ഹാലൻഡ്, കിലിയൻ എംബാപ്പെ, ലമീൻ യമാൽ എന്നിവരുൾപ്പെടെ 11 പേരാണ് മികച്ച പുരുഷ താരത്തിനുള്ള സാധ്യതാ പട്ടികയിലുള്ളത്. വനിതകളിൽ തുടർച്ചയായ 2ാം പുരസ്കാരം ലക്ഷ്യമിട്ട ബാഴ്സലോണയുടെ സ്പാനിഷ് താരം ഐത്താന ബോൺമാറ്റി എത്തുമ്പോൾ വെല്ലുവിളിയുമായി ഗ്രഹാം ഹാൻസൺ, ലൂസി ബ്രോൺസ് തുടങ്ങിയവരുണ്ട്. മികച്ച മുന്നേറ്റ നിരക്കാരൻ, മധ്യനിര താരം, പ്രതിരോധ താരം, ഗോൾ കീപ്പർ, പരിശീലകർ, മികച്ച ഗോൾ എന്നീ വിഭാഗങ്ങളിലും പുരസ്കാരം നൽകുന്നുണ്ട്. പുരുഷ ഗോൾ കീപ്പർമാരിൽ അർജന്റീനയുടെ എമിലിയാനോ മാർട്ടിനസ്, ബ്രസീലിന്റെ എഡേഴ്സൺ, ഡോണറുമ എന്നിവർ തമ്മിലാണ് പ്രധാന പോരാട്ടം. മികച്ച മുന്നേറ്റ നിരക്കാരനുള്ള പുരസ്കാര സാധ്യതാ പട്ടികയിൽ അൽ നസറിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോയുമുണ്ട്. ഈ ലിസ്റ്റിലുമുണ്ട് മെസ്സിയും വിനീഷ്യസും എംബാപ്പയും അടക്കമുള്ളവർ. മികച്ച പുരുഷ പരിശീലകനുള്ള ലിസ്റ്റിലും വമ്പന്മാർ. ലിയോണൽ സ്കലോണി, കാർലോസ് ആഞ്ചലോട്ടി, സാബി അലോൺസോ, പെപ് ഗാർഡിയോള, ലാ ഫുവന്തെ എന്നിവർ തമ്മിലാണ് മത്സരം. വോട്ടിങ്ങിലൂടെയാണ് ജേതാക്കളെ തെരഞ്ഞെടുക്കുക. ഡിസംബർ 10 വരെ വോട്ട് രേഖപ്പെടുത്താം. ജനുവരിയിലായിരിക്കും പുരസ്കാര പ്രഖ്യാപന ചടങ്ങ്. സ്പോർട്സ് ഡെസ്ക് 24. കോഴിക്കോട് കൊടുവള്ളി സ്വർണ്ണക്കവർച്ച കേസിൽ 5 പേർ കസ്റ്റഡിയിൽ. തൃശൂർ, പാലക്കാട് സ്വദേശികളാണ് പിടിയിലായത്. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. അഭിജിത്ത്, പിടിയിലായവരുടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. പ്രവിധ, നിലവിൽ 5 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ഇതിൽ പിടിയിലായവരിൽ ഒരാൾ കൊടുവള്ളിയിൽ സ്വർണ്ണക്കട നടത്തുന്ന പാലക്കാട് സ്വദേശിയാണ്. ഇയാൾ നൽകിയ കൊട്ടേഷനിലാണ് മറ്റ് 4 പേർ ചേർന്ന് ഈ സ്വർണം കവർന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത്. ഇതിൽ 1.75 കിലോ സ്വർണമാണ് ഈ ബിജു എന്ന സ്വർണ്ണ വ്യാപാരിയിൽ നിന്ന് ഈ സംഘം കഴിഞ്ഞ ബുധനാഴ്ച രാത്രി 10 മണിയോടെ കവർന്നത്. ഇതിൽ 1.3 കിലോയോളം സ്വർണം പോലീസിന് ഇപ്പോൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും പാലക്കാട്, തൃശൂർ മേഖലയിലുള്ളവരാണിവർ. അവിടെ എത്തിയാണ് ഈ 5 പേരെയും പോലീസ് പിടികൂടിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. കൈയിട്ടുവാരി ആഡംബര ജീവിതം. ക്ഷേമ പെൻഷൻ ക്രമക്കേടുകളിൽ ധനവകുപ്പ് കൂടുതൽ കടുത്ത നടപടികളിലേക്ക്. കോട്ടയ്ക്കൽ നഗരസഭയിൽ തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർദ്ദേശം നൽകി. നഗരസഭയിൽ നടത്തിയ പരിശോധനയിൽ BMW കാർ ഉടമകളും പെൻഷൻ വാങ്ങുന്നുവെന്ന് കണ്ടെത്തി. കോട്ടക്കൽ നഗരസഭ 7ാം വാർഡിലെ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് മലപ്പുറം ധനകാര്യ പരിശോധന വിഭാഗം നടത്തിയ അന്വേഷണത്തിന്റെ തുടർച്ചയായാണ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ അന്വേഷണം. BMW കാർ ഉടമകൾ ഉൾപ്പെടെ പെൻഷൻ പട്ടികയിൽ ചേർക്കപ്പെട്ടുവെന്നായിരുന്നു കണ്ടെത്തൽ. വീടുകളിൽ AC സൗകര്യമുള്ളവരും സർവീസ് പെൻഷൻ പറ്റുന്നവരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നതായി കണ്ടെത്തി. വാർത്ത പുറത്തുവന്നത് രാഷ്ട്രീയ താൽപര്യമെന്ന് കൗൺസിലർ ഗോപിനാഥ്. സാധാരണ നിലയ്ക്ക് ആ സമയത്ത് ഈ 32 വാർഡിലായിട്ട് 7ാം വാർഡിൽ മാത്രം സെൻസിംഗ് വന്നപ്പോൾ നമുക്ക് ആലോചിച്ചൂടെ? രാഷ്ട്രീയപരമായിട്ടുള്ള പരാതിയാണ്, അതൊന്നും വിഷയമല്ല. ദുർബല ജനവിഭാഗത്തിന്റെ പണം നല്ല ശമ്പളം വാങ്ങുന്നവർ തട്ടിയെടുക്കുന്നത് അപമാനകരമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ക്ഷേമ പെൻഷനുകൾ തട്ടിച്ച 1458 ജീവനക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് ഗവൺമെന്റ് ഇപ്പോഴും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നല്ല വരുമാനവും ശമ്പളവും എല്ലാം വാങ്ങുന്ന ആളുകൾ തട്ടിയെടുക്കുന്നു എന്നുള്ളത് വളരെ അപമാനകരമായ ഒരു സംഭവമാണ്. സർക്കാർ ജീവനക്കാർ മുഴുവൻ സംശയനിഴലിലല്ലെന്ന് പറഞ്ഞ ധനമന്ത്രി അനർഹമായി പെൻഷൻ കൈപ്പറ്റിയവരുടെ പേരുകൾ പുറത്തുവിടാത്തതിനെ ന്യായീകരിച്ചു. തെറ്റായ രേഖകൾ ചമയ്ക്കുകയോ തെറ്റായ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. അതിന് യാതൊരു തർക്കവുമില്ല. പക്ഷെ അത് പരിശോധിച്ച് ഓരോ വകുപ്പുകളിലേക്കും ഉള്ളത് അയച്ചു കൊടുക്കുക എന്റെ ഇൻസ്പെക്ഷന്റെ ഭാഗമായിട്ട് വന്ന വിവരമാണ്. സർക്കാർ തട്ടിപ്പുകാരുടെ എണ്ണം ഇനിയും ഉയരുമെന്നാണ് വിവരം. സർക്കാർ മേഖലയിലുള്ള 9201 പേർ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയെന്ന് CAG 2023 റിപ്പോർട്ട് ചെയ്തിരുന്നു. 24 തിരുവനന്തപുരം.
കൊടകര കുഴൽപ്പണക്കേസിൽ തുടരന്വേഷണത്തിന് കോടതിയുടെ അനുമതി. ബി.ജെ.പി. മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് 24നോട് നടത്തിയ വെളിപ്പെടുത്തലിലാണ് അന്വേഷണം. തിരൂർ സതീഷിന്റെ മൊഴി അന്വേഷണ സംഘം നാളെ രേഖപ്പെടുത്തും. 24 ഇംപാക്ട്. ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ബി.ജെ.പിയെ പിടിച്ചുലച്ച രാഷ്ട്രീയ വെളിപ്പെടുത്തലായിരുന്നു 24ലൂടെ ബി.ജെ.പി. തൃശൂർ മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് നടത്തിയത്. ബി.ജെ.പി. ഓഫീസിൽ 4 ചാക്കുകെട്ടിലായി 6.5 കോടി രൂപ എത്തിച്ചെന്നും പണം എത്തിച്ച ധർമ്മരാജൻ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനും ജില്ലാ അധ്യക്ഷനുമായും കൂടിക്കാഴ്ച നടത്തിയെന്നുമായിരുന്നു വെളിപ്പെടുത്തൽ. തുടർന്ന് കേസിൽ തുടരന്വേഷണം നടത്താൻ തീരുമാനിച്ച സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. എസ്.ഐ.ടി സമർപ്പിച്ച അപേക്ഷ പരിഗണിച്ച് ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതിയാണ് അന്വേഷണത്തിന് അനുമതി നൽകിയത്. 90 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ് നിർദ്ദേശം. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും 24ൽ നടത്തിയ വെളിപ്പെടുത്തലിന് പുറമെയുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറുമെന്നും തിരൂർ സതീഷ് വ്യക്തമാക്കി. നമ്മൾക്ക് ഈ കള്ളപ്പണം സൂക്ഷിക്കാനായിട്ട് ഒരു അധികാരമില്ല, ആർക്കും അധികാരമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് കള്ളപ്പണം അവിടെ സൂക്ഷിച്ചത്? ആ പണം എന്ത് ചെയ്തു? എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാനത് നാളെ പോലീസിനോട് മൊഴിയായിട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ പോലീസ് നിശ്ചയിക്കും അത് ഏത് രീതിയിലാണ് അന്വേഷിക്കേണ്ടതെന്നുള്ളത്. എന്നിട്ടാണ് സാക്ഷിയും പ്രതികളൊക്കെ ഉള്ള കാര്യങ്ങൾ അവർ തീരുമാനിക്കുക. അനുമതി ലഭിച്ച പശ്ചാത്തലത്തിൽ നാളെ തിരൂർ സതീഷിന്റെ മൊഴി രേഖപ്പെടുത്തും. തൃശൂർ പോലീസ് ക്ലബ്ബിൽ വെച്ച് നാളെ രാവിലെ 11 മണിക്കാണ് മൊഴി രേഖപ്പെടുത്തുക. 24 തൃശൂർ. ആലപ്പുഴ കായംകുളം പാലസ് വാർഡിൽ വീടിനുള്ളിൽ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ. മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലാണ്. മുരുകേശൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഗ്യാസ് സിലിണ്ടറിന് തീ പിടിച്ചതെന്ന് സംശയം. അഗ്നിരക്ഷാസേന സംഭവസ്ഥലത്തെത്തിയാണ് തീ അണച്ചത്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ കേസെടുക്കുന്നത് ചോദ്യം ചെയ്ത് മൊഴി നൽകിയ നടി സുപ്രീം കോടതിയിൽ. കേസുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ലെന്നും പ്രത്യേക അന്വേഷണ സംഘം ബുദ്ധിമുട്ടിക്കുന്നതായും ഹർജിയിൽ നടി പറയുന്നു. ഹർജിക്കാരിയുടെ നടപടിയെ വിമർശിച്ച WCC നടിയുടെ വാദം അപ്രസക്തമാണെന്ന് സുപ്രീം കോടതിയിൽ നിലപാടെടുത്തു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ മൊഴി നൽകിയ നടിയാണ് കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയെ സമീപിച്ചത്. കേസുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിച്ചിരുന്നതായി നടി ഹർജിയിൽ വ്യക്തമാക്കി. താൻ ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ മൊഴി നൽകിയത് സിനിമാ മേഖലയിലെ വനിതാ പ്രവർത്തകർ നേരിടുന്ന പ്രശ്നങ്ങളിൽ പരിഹാരത്തിനു വേണ്ടി മാത്രമാണെന്നും നിയമ നടപടികൾക്കായി അല്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടപടി മനോവിഷമം ഉണ്ടാക്കുന്നുവെന്ന് നടി. കേസായിട്ട് മുന്നോട്ട് പോകാനുള്ള അത്രയും എനിക്ക് അങ്ങനെ അതല്ല ഞാനത് ഉദ്ദേശിച്ചിരുന്നത്. ഒരു പഠനമായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കേസായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. അതായിരുന്നില്ല എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞ് ഞാനത് എഴുതി കൊടുത്തിരുന്നു. ഹൈക്കോടതി വിധിക്കെതിരായ നടിയുടെ ഹർജിക്കെതിരെ WCC സുപ്രീം കോടതിയെ സമീപിച്ചു. മൊഴികളിൽ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചതിനാൽ ഹർജി അപ്രസക്തമാണെന്ന് WCCക്ക് വേണ്ടി ഹാജരായ ഹരിപ്രിയ പത്മനാഭൻ വാദിച്ചു. ഹർജികളിൽ കക്ഷി ചേരാൻ WCC അപേക്ഷയും നൽകി. ഹർജികൾ അടുത്ത മാസം 10 പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി അറിയിച്ചു. അച്യുതൻ, 24 ഡൽഹി. കൊല്ലം കരുനാഗപ്പള്ളിയിലെ CPIM വിഭാഗീയത തെരുവിൽ. നേതൃത്വത്തിനെതിരെ ഒരു വിഭാഗം പ്രവർത്തകർ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കുന്ന പ്രത്യേക യോഗം നാളെ കൊല്ലത്ത് ചേരും. കരുനാഗപ്പള്ളി കുലശേഖരപുരം CPIM ലോക്കൽ സമ്മേളനത്തിലാണ് നേതൃത്വത്തെ പോലും ഞെട്ടിച്ച തെരുവുയുദ്ധം നടന്നത്. സമ്മേളനത്തെ നിരീക്ഷിക്കാനെത്തിയ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ ഉൾപ്പെടെ പൂട്ടിയിട്ടായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം. ഏകപക്ഷീയമായി ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ തീരുമാനിച്ചതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. അവർക്ക് ചില ബിനാമി വർക്ക് ചെയ്യുന്ന പെണ്ണുങ്ങളും ആണുങ്ങളും മതി ഇവിടെ. മനസ്സിലായില്ലേ? പെണ്ണുപിടുത്തക്കാരുടെ ഈ പ്രസ്ഥാനത്തെ രക്ഷിക്കണമെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഞങ്ങൾക്ക് പ്രസ്ഥാനം വേണം. ഞങ്ങൾ CPMന്റെ കൊടി പിടിച്ച് വളർന്നു വന്നവരാണ്. അതേസമയം ആലപ്പാട് ലോക്കൽ സമ്മേളനത്തിലും നേതൃത്വത്തിനെതിരെ പ്രവർത്തകർ രംഗത്ത് വന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം K ഭരതരാജനും J മേഴ്സിക്കുട്ടിയമ്മയും പങ്കെടുത്ത ലോക്കൽ സമ്മേളനത്തിലാണ് പ്രതിഷേധമുണ്ടായത്. CPIM നേതൃത്വത്തിനെതിരെ പോസ്റ്ററും കരുനാഗപ്പള്ളിയിൽ പ്രത്യക്ഷപ്പെട്ടു. പാർട്ടി നേതൃത്വം കുറുവ സംഘമെന്നായിരുന്നു വിമർശനം. സേവ് CPMന്റെ പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഇതിനിടയിൽ കരുനാഗപ്പള്ളിയിൽ ഒരു വിഭാഗം CPIM പ്രവർത്തകർ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. പ്രവർത്തകരുടെ തുടർച്ചയായ പരസ്യ പ്രതിഷേധം എങ്ങനെ നേരിടുമെന്നറിയാത്ത അവസ്ഥയിലാണ് CPIMന്റെ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും. അതായത് സ്വജനപക്ഷപാതം. കൂടെ നിൽക്കുന്നവർക്ക് വീട്ടിൽ ഭാര്യയ്ക്കും മക്കൾക്കും അല്ലെങ്കിൽ ഭർത്താവിനൊക്കെ ജോലി വാങ്ങിക്കൊടുക്കുന്ന പരിപാടിയാണുള്ളത്. നമ്മുടെ BK ബാലേന്ദ്രൻ, ER വസന്തനെ പോലുള്ളവർ ഇവിടെ കൈക്കൂലി മേടിച്ചുകൊണ്ട് മീനും കൊഞ്ചുമൊക്കെ മേടിച്ചുകൊണ്ട് ആലപ്പാട് പഞ്ചായത്തിലെ ചില
തെറ്റായ നടപടിക്ക് കൂട്ടുനിൽക്കുന്നു. ഇത് ഈ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ്. പക്ഷേ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഇവർ ഈ ലോക്കൽ സമ്മേളനങ്ങളിൽ കരുനാഗപ്പള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അംഗങ്ങളുടെ പാർട്ടിക്കാരുടെ ജനാധിപത്യ അവകാശങ്ങളെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഈ കരുനാഗപ്പള്ളി 1-2 നേതാക്കന്മാർക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സംഭവത്തിൽ CPIM സംസ്ഥാന നേതൃത്വം കടുത്ത അതൃപ്തിയാണ് രേഖപ്പെടുത്തിയത്. പ്രശ്നം പരിഹരിക്കുന്നതിൽ ചുമതലക്കാരായ CPIM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് കഴിയാതെ പോയെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. സംസ്ഥാന നേതാക്കളെ അടക്കം പൂട്ടിയിട്ടതിൽ ഉടൻ സംഘടനാപരമായ നടപടിയും ഉണ്ടായേക്കും. ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതിനെയൊക്കെ കൈകാര്യം ചെയ്യപ്പെടും എന്ന് നിങ്ങൾക്ക് ഉറച്ചു വിശ്വസിക്കും. സംഭവം പാർട്ടി പരിശോധിക്കുമെന്ന് CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി S. സുദേവൻ പറഞ്ഞു. തെറ്റായ ഏതെങ്കിലും പ്രവണതയുണ്ടെങ്കിൽ അതിനെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് ശക്തിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അരുൺ രാജ്, 24 കൊല്ലം. മഹാരാഷ്ട്ര, ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ക്രമക്കേട് നടന്നതായി കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം വിലയിരുത്തി. തെരഞ്ഞെടുപ്പ് സംവിധാനം പൂർണ്ണമായും അട്ടിമറിക്കപ്പെട്ടുവെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനം വിലയിരുത്താൻ സമിതികളെ നിയോഗിച്ചതായും പുനഃസംഘടന അനിവാര്യമാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. The CWC also acknowledged the party performance in Haryana has been contrary to all expectations. Very simply, INC should have formed the government in the state by a convincing margin, but it didn't. But there have been electoral malpractices that have influenced the result in the state, which have been overlooked. The CWC also accepted that the party performance, as indeed that of its MV allies in Maharashtra, has been inexplicable and is in fact shocking. The electoral outcome is beyond normal understanding. It appears to be a clear case of targeted manipulation. CWC expresses its hope and confidence that the Congress President will complete the detailed state-wise review soon and take the necessary follow-up action. CPIM നേതാവ് PK ശശിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പാർട്ടി പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. മണ്ണാർക്കാട് ഏരിയ സമ്മേളനത്തിലാണ് വിമർശനം. PK ശശിയുടെ നിലപാടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് വോട്ട് കുറയാൻ ഇടയാക്കി എന്നാണ് വിമർശനം. KTDC ചെയർമാൻ സ്ഥാനത്തു നിന്നും PK ശശിയെ മാറ്റണമെന്ന് സമ്മേളനത്തിൽ ആവശ്യമുയർന്നു. പറവ ഫിലിംസിലെ ഇൻകം ടാക്സ് റെയ്ഡിൽ നികുതി വെട്ടിപ്പ് നടന്നതായി പ്രാഥമിക കണ്ടെത്തൽ. മഞ്ഞുമ്മൽ ബോയ് സിനിമയുടെ വരുമാനം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. സംഭവവുമായി ബന്ധപ്പെട്ട് നടൻ സൗബിൻ ഷാഹിറിനെ ചോദ്യം ചെയ്യും. മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ വരുമാനം സംബന്ധിച്ച സംശയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ പരിശോധന നടന്നത്. സിനിമ 148 കോടിയിലേറെ രൂപ വരുമാനമുണ്ടാക്കി. എന്നാൽ 44 കോടി രൂപ ആദായ നികുതി ഇനത്തിൽ നൽകേണ്ടിയിരുന്നത് അടച്ചില്ല. 32 കോടി രൂപ ചെലവ് കാണിച്ചു. ഇത് കള്ളക്കണക്കാണെന്ന നിലപാടിലാണ് ആദായ നികുതി വകുപ്പ്. നികുതി റിട്ടേൺ സമർപ്പിച്ചിരുന്നില്ലെന്നും ആദായ നികുതി വകുപ്പ് പറയുന്നു. മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ വിതരണവുമായി ബന്ധപ്പെടുത്തിയാണ് ഡ്രീം ബിഗ് വിതരണ സ്ഥാപനത്തിലും റെയ്ഡ് നടന്നത്. പരിശോധനയിൽ പറവ ഫിലിംസ് യഥാർത്ഥ വരുമാന കണക്കുകൾ നൽകിയില്ലെന്ന് IT വൃത്തങ്ങൾ പറയുന്നു. പണം വന്ന സോഴ്സ് അടക്കം പരിശോധിക്കുമെന്നാണ് ആദായ നികുതി വകുപ്പ് പറയുന്നത്. ഇരു നിർമ്മാണ കമ്പനികൾക്കും കേരളത്തിലെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനമാണ് പണം നൽകിയതെന്നും ഇതിൽ അനധികൃത ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നുമാണ് ആദായ നികുതി വകുപ്പ് സംശയിക്കുന്നത്. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. ഫിൻജാൽ ചുഴലിക്കാറ്റ് തീരം തൊടാനിരിക്കെ നിർദ്ദേശവുമായി തമിഴ്നാട് സർക്കാർ. ചെന്നൈ, തിരുവള്ളൂർ, കാഞ്ചീപുരം, ചെങ്കൽപ്പെട്ട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. IT കമ്പനിയിലെ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തി. അനാവശ്യമായി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പ്. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.